നമ്മളില്ലേ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു നോക്കിക്കേ, നമുക്ക് ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകും. ഇത് എല്ലാവരും ഇങ്ങനെ പറയുമെങ്കിലും ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഒരു സംഭവം. എന്നാണെന്നറിയാമോ, നമ്മൾ എന്തോരം നമ്മളെപ്പോഴും നോക്കണേനെ നമ്മുടെ താഴെയുള്ളവരെ നോക്കുന്നില്ല, നമ്മൾ മുകളിലുള്ളവരെയാണ് നോക്കുന്നത്. നമ്മൾ താഴെയുള്ളവരെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടെന്നേ. നമുക്കൊരു വാടക വീടാണെങ്കിലും കുടിലാണെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടെങ്കിൽ അതൊക്കെയല്ലേ ഭാഗ്യം. എന്തോരം പേര് ഭക്ഷണം കിട്ടാതിരിക്കുന്ന ഈ ലോകത്ത് നമുക്കിതൊക്കെ ഉണ്ടല്ലോ എന്നോർത്ത് നമ്മളൊരു കടലാസിൽ എഴുതി നോക്കി നമുക്കൊരു 100 കാര്യങ്ങൾ എഴുതാൻ പറ്റും. നമ്മുടെ ഭാഗ്യങ്ങൾ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. നമുക്ക് ഒരു 5 or 10 എണ്ണത്തിൽ കൂടുതൽ എഴുതാൻ പറ്റില്ല നമ്മുടെ ദുഃഖങ്ങൾ കഴിഞ്ഞതിനെ ഓർത്തായിരിക്കും അധികം പേര് ദുഃഖിക്കുന്നത്. ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞതിനെ ഓർത്തിട്ട് ഒരു പ്രയോജനമില്ല നമ്മൾ ചിന്തിക്കുക. അപ്പം എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക. ഈ യൂണിവേഴ്സ് നന്ദിയുണ്ടെങ്കിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിലേക്ക് എല്ലാ സമൃദ്ധിയും വരും എന്നൊക്കെ എല്ലാവരും പറഞ്ഞാൽ കേൾക്കാൻ പോലെ അത് സത്യമാണ്. കാരണം എന്നാ, സമാധാനം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. നമ്മൾ ഈ ഇല്ലാത്തതിനെ ഓർത്താണ് നമ്മൾ അധികം ഇല്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിയാണ് നമ്മൾ അധികവും സങ്കടപ്പെടുന്നത്. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ ഓർത്താൽ നല്ലതാണ്. അല്ല സംഭവിക്കാത്ത കാര്യങ്ങൾ വരാനിരിക്കുന്നതും ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല കേട്ടോ. അപ്പം നിങ്ങൾ നന്ദി എഴുതി നോക്കൂ, നന്ദി പറഞ്ഞു നോക്കൂ. കിടക്കാൻ നേരത്തൊക്കെ ഒന്ന് നന്ദി പറഞ്ഞു നോക്കി. എല്ലാ അനുഗ്രഹങ്ങൾക്കുമൊക്കെ നന്ദി. അപ്പം എന്താ പറയണേ, അത് നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകും.